ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തുന്നവർക്ക് ശുചിമുറിയിൽ പോകണമെങ്കിൽ ചെരുപ്പിന്റെ വള്ളി തന്നെ ശരണം. ശുചിമുറിയുടെ പൊട്ടിപ്പോയ കുറ്റിക്കും കൊളുത്തിനു പകരം ആശുപത്രി അധികൃതർ സ്ഥാപിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ചെരുപ്പിന്റെ വള്ളിയാണ്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ ശുചിമുറിയുടെ നിലവിലെ സ്ഥിതിയാണിത്. ദിവസങ്ങളോളം കുറ്റിയും കൊളുത്തുമില്ലാതെ ഇതേ അവസ്ഥയിലാണ് ശുചിമുറി. രോഗികളും സ്ത്രീകളുമടക്കം ആശ്രയിക്കുന്ന ശുചിമുറിയുടെ കൊളുത്തു പൊട്ടിയതോടെ പ്ലാസ്റ്റിക് ചെരുപ്പിന്റെ വള്ളിയാണ് താൽക്കാലികമായി ഘടിപ്പിച്ചിരിക്കുന്നത്. മുൻപും ആശുപത്രിയുടെ വിവിധ വിഭാഗങ്ങളിലെ ശുചിമുറികളിലെ ശോചനീയാവസ്ഥകൾ വാർത്തയായിട്ടുണ്ട്. ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് ഇത് സംബന്ധിച്ച് പരാതി അറിയിച്ചെങ്കിലും ടെൻഡർ വിളിക്കണമെന്നായിരുന്നു മറുപടിയെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ പറഞ്ഞു. കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വലിയ കെട്ടിടങ്ങൾ പണിഞ്ഞ് വലിയ രീതിയിലുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവർത്തനം തുടങ്ങാനിരിക്കെ ഒരു കുറ്റിയും കൊളുത്തും വാങ്ങാൻ പോലുമുള്ള കാശ് കായംകുളം നഗരസഭയുടെ അധീനതയിലുള്ള ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിനില്ല എന്ന് പറയുന്നത് തികച്ചും ഖേദകരമാണ്. 200 രൂപ പോലും വിലമതിക്കാത്ത ഒരു കുറ്റിയും കൊളുത്തും വാങ്ങി ആ ഹോസ്പിറ്റലിന്റെ അത്യാഹിത വിഭാഗത്തിൽ ആ ശുചിമുറിയിൽ സ്ഥാപിക്കാൻ പോലും കഴിയാത്ത ഗതികെട്ട ഒരു സൂപ്രണ്ടായിട്ട് കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് മാറിയിരിക്കുകയാണ്. ആശുപത്രി ലാബിലെ ശുചിമുറിയിൽ കുറ്റിയും കൊളുത്തുമില്ല എന്ന പരാതി വ്യാപകമായതോടെ കായംകുളം MLA കുറ്റിയും കുളത്തും വാങ്ങി ആശുപത്രിയിൽ എത്തിച്ച് അവ സ്ഥാപിച്ച് പ്രതിഷേധം അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിലെ ശുചിമുറിയിലും ഇതേ അവസ്ഥ തുടരുകയാണ്. ആശുപത്രിയുടെ ശോചനീയാവസ്ഥകൾ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.